ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ്. സന്തോഷം എന്തെന്ന് വഴിയേ പറയാം. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ വാമനപുരത്ത് വല സൈഡിൽ ഒരു സ്റ്റേറ്റ് ബാങ്ക് ഉണ്ട്. നമ്മളെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ മുമ്പ് കൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? പണ്ട് നമ്മളെ വീഡിയോയിലുണ്ട്, ഒത്തിരി സമയം കാണിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ, വാമനപുരം കാര്യമായിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ കുറച്ച് ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് വീഡിയോ എടുക്കുന്നത്. ഇപ്പം നമ്മൾ നേരെ പോകുന്നത് കൊടുവഴഞ്ഞൂർ പോസ്റ്റ് ഓഫീസിലോട്ടാണ് ഞങ്ങൾ നേരെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഇതൊരു ഓർമ്മയാണല്ലോ ഈ സ്ഥലം എന്നുള്ള രീതിക്ക് ഞങ്ങൾ കുറച്ച് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിരുന്നിട്ടും ഇത്രയും ലോങ് ആയിട്ടുള്ള ഇങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ചാൽ നമ്മളതാ ഇപ്പം ഇത് കൈരളി എൻ്റർപ്രൈസസ് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വാമനപുരം പാലം വരുന്നത്. അത് നമ്മളൊരു വീഡിയോ നമ്മൾ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. വാമനപുരം പാലത്തിനെ കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ, നമ്മൾ കേട്ട കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതൊരു വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. പിന്നെ നമ്മളിത് ആ പാലത്തിൽ കൂടെ നമ്മൾ കയറിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ നമ്മളിപ്പോൾ കാലിറ്റി ജംഗ്ഷനാണ് കേട്ടോ. കാലിറ്റി ജംഗ്ഷൻ നമ്മൾ നേരെ കാണുന്നതാണ് ആഡിറ്റോറിയം, RKV ആഡിറ്റോറിയം. RKV ഒക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. RKVയുടെ നാടാണ് നമ്മളിവിടെ. RKV പത്മനാഭൻ RKV അവർ നിങ്ങളുടെ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. RKV ബസ്സൊക്കെ ഇവിടെ എപ്പോഴും നിലവിലുള്ള ട്രാൻസ്പോർട്ട് കമ്പനി തന്നെയാണ്. ഇതാ കിടക്കുന്നു RKVയുടെ വെഹിക്കിൾ. നമ്മളത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. പിന്നെ ഇവിടെ ഈ കാണുന്നത് ആട്ടോ സ്റ്റാൻഡാണ്. ഇത് ആട്ടോ സ്റ്റാൻഡാണ് കേട്ടോ, കാര്യമായിട്ട് ആട്ടോ സ്റ്റാൻഡ്. ഇതേപോലെ 2 ആട്ടോ സ്റ്റാൻഡ് വേറെയും ഉണ്ട്, നമ്മുടെ കിളിമാനൂർ റോഡിലും കല്ലറ റോഡിലും. ഇതിപ്പോ നഗരൂർ റോഡാണ്. അതെ, നമ്മള് ഇതിപ്പോ പൊയ്യക്കട എത്താറായി. ഇത് പേടിയോളം എത്തിയതേ ഉള്ളൂ. പേടിയോളം നമ്മള് തേര് കയറിക്കൊണ്ടിരിക്കുകയാണ്. RKVയുടെ വീട്ടിൻ്റെയൊക്കെ അടുത്തെത്തിയിരിക്കുകയാണ്. ഈ തേരി ഏർപ്പിക്കൊണ്ടിരിക്കുന്നത് അവരുടെ വീട്ടിൻ്റെ ഇതിൽ കൂടെ ഉള്ള റോഡാണ്. അതിൻ്റെ മുമ്പ് കൂടെ തന്നെയാണ് ഈ റോഡ് പോകുന്നത്. ഇതൊരു ബൈപ്പാസ് റോഡും കൂടെയാണെന്ന് പറയുമ്പോഴത്തെ നമ്മൾ ഹൈവേയും MC റോഡും ഒന്നിപ്പിക്കുന്ന ഒരു ബൈപ്പാസ് റോഡ് കൂടെയാണ്. ടൂറിസ്റ്റ് വകുപ്പിൻ്റെ രീതിയിൽ എന്തോ പണിഞ്ഞ റോഡാണിത്. കറക്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ എനിക്കറിയത്തില്ല. പൊന്മുടിയിൽ നമുക്ക് നേരിട്ട് പോകാൻ പറ്റുന്ന ഒരു റോഡ് കൂടെയാണ്. ഇതിപ്പോ ഈ കാണുന്ന ആറെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ചെറുക്കാരം ആറെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വാമനപുരം നദിയിലോട്ട് ഒഴുകി ഇറങ്ങുന്ന ആറാണിത്. ഇവിടെയും നമുക്കൊരു പാലമുണ്ട്. ഈ പാലവും നമ്മൾ വീഡിയോ തരുന്നതായിരിക്കും. ഇതെന്ന് പറയുമ്പോൾ ചെറുക്കാരം പാലം, പുതുതായിട്ട് പണിഞ്ഞ പാലമാണ്. ചെറിയൊരു വീഡിയോ എടുത്ത കേട്ടോ. അതെ, ചെറിയൊരു വീഡിയോ. നമ്മൾ പോകുന്നത് നല്ല മനോഹരമായ ഒരു പാലം. ഇവിടെ വെള്ളം കയറും കേട്ടോ. ഇവിടെ വെള്ളം കയറും. ഇതെന്ന് പറഞ്ഞാൽ റോഡ് മട്ടം ഈ ആറെന്ന് പറഞ്ഞാൽ നിറഞ്ഞ റോഡിന് മേലെ നേരത്തെ മുമ്പ് നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. റോഡിനെക്കാളും മേലെ ഇതിലെ വണ്ടി വരാൻ പറ്റാത്ത രീതിയിലാവും. നമ്മളെ കൊടുവഴഞ്ഞൂർ പോസ്റ്റ് ഓഫീസിൽ എത്തി. നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് തന്നെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നത് എന്തായാലും ഒരു ഭാഗ്യമല്ല കേട്ടോ. പിന്നെ ഒരു യാത്ര ഒഴിവാക്കാൻ വേണ്ടി നമ്മളങ്ങനെ നേരെ പോസ്റ്റ് ഓഫീസ്. എന്തെന്നോ മീനക്കുട്ടി ചോദിച്ചാൽ ഇവിടെ എന്തിനമ്മ വന്നത്. അപ്പം ഞാൻ പറഞ്ഞു, പണ്ട് ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലാതിരുന്ന സമയത്ത് നമ്മൾ ഈ കത്ത് വഴിയാണ് എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെയൊക്കെ അറിയിച്ചിരുന്നത്. അതിനൊരു പെട്ടി അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും എഴുതി അഡ്രസ്സ് എഴുതി ആ പെട്ടിയിൽ കൊണ്ട് ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ അതാണ് കേട്ടോ ഞാൻ മീനക്കുട്ടിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മീനക്കുട്ടിക്ക് അപ്പം ചേട്ടനുള്ള പോസ്റ്റൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. ഇതാ പൊട്ടിച്ചെടുക്കുകയാണ്. ഒരു സന്തോഷമാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പങ്കുവെക്കാനുള്ളത് അല്ലേട്ടാ. എന്തിനാണ് സന്തോഷം? എടുക്കട്ടെ. ഞാൻ വിചാരിച്ചു ഇത് ഏകദേശം 6 മാസമെങ്കിലും പിടിക്കുമായിരിക്കും ഇത് കയ്യിലിക്കട്ടെ. ഇപ്പൊ അങ്ങനെയാണ് അവസ്ഥ. പക്ഷേ ഹെവി ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. ഇതിനു മുമ്പേ എടുത്തേട്ടോ. ലൈസൻസ് കിട്ടിയിട്ട് നിങ്ങളടുത്ത് പറയാമെന്ന് പറഞ്ഞേട്ടോ. ടെസ്റ്റൊക്കെ പാസ്സായി കിട്ടിയിട്ട് ഒരു മാസം അല്ലേട്ടാ, 1 മാസമായി. പക്ഷെ ലൈസൻസ് കിട്ടിയതിന് ശേഷം അതൊരു വീഡിയോ ആക്കി ഇടാം എന്ന്. താങ്ക്സ് ഫോർ വാച്ചിങ്.